കടൽ വിസ്മയങ്ങളെപ്പറ്റിയുള്ള നിരവധി വാർത്തകളും വീഡിയോകളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറെ നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുന്ന സമുദ്രത്തിൽ 99% കാര്യങ്ങളും ഇന്നും രഹസ്യമായി തന്നെ തുടരുന്നു. കണ്ടുപിടിക്കപ്പെട്ട എന്നാൽ വിശദീകരിക്കാൻ കഴിയാത്തതും ഇനിയും കണ്ടുപിടിക്കേണ്ടതുമായ നിരവധി കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അത്തരത്തിലൊന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതിയാണ് മർമെയ്ഡ്സ് അഥവാ മത്സ്യകന്യക എന്നുള്ളത്. ചിത്രകഥകളിലും കാർട്ടൂണുകളിലും നമ്മൾ ഇവയെപ്പറ്റി നിരവധി കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഈ വീഡിയോയിലൂടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന കുറച്ച് മർമെയ്ഡ്സിനെ പറ്റിയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. വീഡിയോ മുഴുവനായി കണ്ടതിനു ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അവ മത്സ്യകന്യകകൾ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും വിചിത്ര ജീവികളായിരിക്കുമോ എന്ന്. നമ്പർ 9. സ്വിമ്മിങ് വിത്ത് ദ ഫിഷസ്. ഇത് തികച്ചും സിമ്പിളും എന്നാൽ സത്യമാണെന്ന് ഏകദേശം ഉറപ്പിക്കാവുന്നതുമായ ഒരു വീഡിയോയാണ്. ആഴക്കടലിൽ നീന്തുന്നതിനിടയിൽ ഒരു വ്യക്തി തൻ്റെ ക്യാമറയിൽ ചിത്രീകരിച്ച ഫൂട്ടേജാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ വളരെ നോർമലായ ഒരു റെക്കോർഡിംഗ് തന്നെയാണിത്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന മീനുകളെ കാണാൻ സാധിക്കുന്നതിനോടൊപ്പം തന്നെ വേറെ ഒരു നിഴലും ശ്രദ്ധയിൽപ്പെടുന്നു. കുറച്ചുകൂടി നല്ലതായി നോക്കുമ്പോൾ വാലുള്ളൊരു രൂപം തന്നെയാണ് അതെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ അതൊരു മറ്റൊരു ഡൈവറാണെന്ന് വെള്ളത്തിലൂടെ കണ്ടപ്പോൾ വാലുപോലെ തോന്നിയതാകാമെന്നും മറ്റു പലരും അഭിപ്രായപ്പെടുന്നു. പക്ഷേ താൻ തിരികെ എത്തിയപ്പോൾ വേറെ നീന്തലുകാരെ ഒന്നും തന്നെ അവിടെ കണ്ടില്ല എന്നാണ് ഈ വീഡിയോ എടുത്തൊരു വ്യക്തി പറയുന്നത്. നമ്പർ 8. മിഡ്നൈറ്റ് മെർമെയ്ഡ്. ഒരു റെസ്ക്യൂ ബോട്ടിൽ സ്ഥാപിച്ചിരുന്ന സർവൈലൻസ് ക്യാമറയിൽ രാത്രിയിൽ പതിഞ്ഞൊരു ഫ്യൂട്ടേജാണിത്. ഒരിക്കൽ ഒരു രാത്രിയിൽ ബോട്ട് കേടായത് മൂലം കടലിൽ അകപ്പെട്ടു പോയ ദമ്പതികളെ രക്ഷിക്കുന്നതിനായി പോവുകയായിരുന്നു അവർ. ഇത്തരത്തിൽ രക്ഷപ്പെടുത്തുന്നതൊക്കെ അവർക്ക് സർവ്വസാധാരണമായതിനാൽ റെസ്ക്യൂ ബോട്ട് വേഗത്തിൽ തന്നെ ദമ്പതികളെ കൊണ്ട് തിരിച്ചു വരികയും ചെയ്യുകയുണ്ടായി. അതിനിടയിലാണ് ബോട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ ശ്രദ്ധയിലേക്ക് ഒരു അപൂർവ ഇനം മത്സ്യം വന്നത്. ആ സമയം അത് വ്യക്തമാകാത്തതിനാൽ ബോട്ടിലുള്ള ഫ്യൂട്ടേജ് പരിശോധിച്ചപ്പോൾ അവർ തീർത്തും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. പേടിപ്പെടുത്തുന്ന ഒരു സ്ത്രീയുടെ മുഖമുള്ള രൂപമായിരുന്നു അതിന്. എന്തെങ്കിലും തരത്തിലുള്ള അപൂർവ ഇനത്തിൽപ്പെട്ട മീനാകാമെന്ന് അവർ കരുതിയെങ്കിലും ഇതുവരെ അതിനെപ്പറ്റിയുള്ള ഒരു വ്യക്തമായ വിശദീകരണം ലഭിച്ചിട്ടില്ല. നമ്പർ 7. സൺബാത്തിങ്. കടൽ തീരത്തുള്ള സൺബാത്തിങ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാകാം. ഒരുപക്ഷെ മർമെയ്ഡ്സിനും അത് ഇഷ്ടമാണെന്ന് കരുതേണ്ടി വരും ഈ വീഡിയോ കണ്ടതിന് ശേഷം. തൻ്റെ ബോട്ട് സവാരിക്കിടയിലാണ് ഈ വ്യക്തി വെള്ളത്തിലുള്ള പാറക്കെട്ട് ശ്രദ്ധിച്ചത്. കുറച്ചുകൂടി വ്യക്തമായി നോക്കിയപ്പോൾ വെള്ളത്തിന് നടുക്കുള്ള ആ പാറയുടെ മുകളിൽ ഒരു സ്ത്രീ വെയിൽ കായുന്നത് കാണാനിടയായി. ക്യാമറ കുറച്ച് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ബ്ലൂയിഷ് പിങ്കാണ് ആ രൂപത്തിനെന്നും അതിന് ഫിഷ് ടെയിൽ ഉണ്ടെന്നും അയാൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ഇത് മത്സ്യകന്യകയാണോ അതോ മറ്റെന്തെങ്കിലും കടൽ ജീവിയാണോ? എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആ രൂപം ചെറുതായി ചലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 6. ക്യാച്ചിങ് ദ വേവ്സ്. സ്പെയിനിലെ മാഡ്രിഡിലുള്ള ഒരു ബീച്ചിൽ വെച്ചെടുത്ത ഒരു വീഡിയോ ആണിത്. ഡോൾഫിനോ സീലോ ആണോ എന്ന് കരുതിയാണ് ഇത് ആ വ്യക്തി ചിത്രീകരിച്ചത്. എന്നാൽ അല്പസമയത്തിന് ശേഷം അത് ഡോൾഫിൻ അല്ല എന്ന് അയാൾക്ക് മനസ്സിലാവുകയുണ്ടായി. മനുഷ്യനോട് സാദൃശ്യമുണ്ടായിരുന്ന ആ രൂപം ഏതോ ഡൈവറാണെന്ന് പിന്നീട് കരുതിയെങ്കിലും ആ സ്ത്രീയുടെ പകുതി ഭാഗം മീനിനെ പോലെ തോന്നിച്ചിരുന്നു. പല അഭിപ്രായങ്ങൾ ഈ വീഡിയോയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഇതുവരെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. നമ്പർ 5. ജംബി. വെള്ളത്തിലുള്ള പാറക്കെട്ടിൻ്റെ അടുത്ത് നീന്തുന്ന തൻ്റെ സുഹൃത്തിൻ്റെ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ കുറച്ചകലെയായി ഒരു രൂപം കാണുകയുണ്ടായി. വെള്ളത്തിൽ നിന്നും ഉയർന്നു മുങ്ങി ചാടിയ ഈ ജീവി ഡോൾഫിനോ തിമിംഗലമോ മറ്റോ ആണെന്നാണ് ആദ്യം കരുതിയത്. കാരണം ഡോൾഫിനോ വെയിൽസുമൊക്കെയാണ് ഇത്തരത്തിൽ വെള്ളത്തിലൂടെ ചാടാറുള്ളത്. എന്നാൽ മനുഷ്യരൂപം പോലെയാണ് ഇത് തോന്നിച്ചതെന്ന കാര്യം വളരെ വിചിത്രമായിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഇതുവരെ കണ്ടുപിടിക്കപ്പെടാത്ത മത്സ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടൽ ജീവികളോ ആവാം ഇതെന്ന അഭിപ്രായമുണ്ടെങ്കിലും അതൊരു സ്ത്രീയുടെ രൂപമായി തന്നെയാണ് തോന്നിക്കുന്നത്. നമ്പർ 4. വൈറ്റ് മെർമെയ്ഡ്.
സ്കൂബ ഡൈവിംഗ് നടത്തുന്നതിനിടയിൽ ഒരു ദമ്പതികൾ ചിത്രീകരിച്ച വീഡിയോ ആണിത്. തങ്ങളുടെ അവധിക്കാലം ആഘോഷമാക്കുന്നതിനായി ഇവർ ഇവിടെ വന്നതാണ്. അതിനിടയിലാണ് ദമ്പതികളിലെ ഭർത്താവ് വെള്ളത്തിനടിയിലേക്ക് പോകുന്നതും അവിടെ വെച്ച് വെള്ള നിറത്തിലുള്ള ഒരു രൂപം കാണുന്നതും. ആദ്യം അത് തൻ്റെ ഭാര്യയാണെന്ന് അദ്ദേഹം ചിന്തിച്ചുവെങ്കിലും അവർ നീല സ്വിമ്മിംഗ് സൂട്ടാണ് ധരിച്ചിട്ടുള്ളതെന്ന കാര്യം അദ്ദേഹം ഓർക്കുകയുണ്ടായി. മനുഷ്യരുമായി അടുക്കാൻ ശ്രമിക്കുന്ന ഒരു യഥാർത്ഥ മത്സ്യകന്യകയാണിതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. എങ്കിലും തിരയുണ്ടായതിലെ വെള്ള നിറമാവാം അതെന്ന് മറ്റു ചിലർ പറയുന്നുമുണ്ട്. നമ്പർ 3, ഓൺ ദ റോക്സ്. രണ്ട് സുഹൃത്തുക്കൾ ചേർന്നെടുത്ത ഒരു വീഡിയോ ആണിത്. വെള്ളത്തിലുള്ള പാറക്കെട്ടുകളിൽ നിന്നും വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ താഴേക്ക് നോക്കിയ അവർ ഒരു കാഴ്ച കാണുകയുണ്ടായി. താഴെയായി പാറക്കൂട്ടങ്ങൾക്കരികിൽ ഒരു സ്ത്രീയെ അവർ കണ്ടു. എന്തെങ്കിലും രീതിയിൽ അപകടം സംഭവിച്ചതാകാമെന്ന് കരുതി എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്നവർ ചോദിക്കുന്നു. അതിനുശേഷമാണ് ഈ സ്ത്രീയുടെ പകുതി ഭാഗം മീനിനെ പോലെയാണെന്ന് അവർ ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ അത് റെക്കോർഡ് ചെയ്യുകയും അവർ കണ്ട കാഴ്ചയിൽ അവർ വളരെ എക്സൈറ്റഡ് ആവുകയും ചെയ്തു. അത് വെള്ളത്തിലൂടെ പൊളയുന്നതും മറ്റും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. നമ്പർ 2, കൗറ. റഷ്യയിൽ ചിത്രീകരിച്ച ഒരു വിചിത്രമായ വീഡിയോ ആണ് അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത്. കുറച്ച് ആളുകൾ ചേർന്ന് ഒരു മെർമെയ്ഡിന്റെ ശരീരം നീക്കം ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റെന്തെങ്കിലും വലിയ കടൽ മത്സ്യമാണ് അതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നിരുന്നാലും സേഫ്റ്റി സൂട്ട്സ് ധരിച്ച കുറച്ചു പേർ വളരെ വലിപ്പമുള്ള ഒരു കടൽ ജീവിയെ നീക്കം ചെയ്യുന്നതായി ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. വാലുള്ള ഈ ജീവി മത്സ്യകന്യകയായി തോന്നുകയും ചെയ്യുന്നു. എന്തായാലും അവരതിനെ അവിടെ നിന്ന് എടുത്ത് നീക്കം ചെയ്യുന്നുണ്ട്. അല്പം കാര്യമായി ശ്രദ്ധിച്ചാൽ യഥാർത്ഥത്തിൽ അതൊരു മത്സ്യകന്യകയാണെന്ന് തന്നെ നമുക്ക് തോന്നിയേക്കാം. നമ്പർ 1, മെർമെയ്ഡ് മൈഗ്രേഷൻ. ഡ്രോൺ ഉപയോഗിച്ച് പകർത്തിയ ശ്രദ്ധേയമായ ഒരു വീഡിയോ ആണിത്. സമുദ്രത്തിലൂടെ ബോട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ 100-ലധികം മെർമെയ്ഡ്സിനെ കണ്ടുവെന്നും അതിനാൽ അത് ഡ്രോൺ ഉപയോഗിച്ച് ചിത്രീകരിച്ചുവെന്നും വീഡിയോ എടുത്ത വ്യക്തി അവകാശപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ വിശദീകരണത്തെ ന്യായീകരിക്കാൻ പാകത്തിന് ആ വീഡിയോയിൽ ഈ കാര്യം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല എങ്കിലും മത്സ്യകന്യകകൾ തന്നെയാണ് അതെന്ന് കൂടുതൽ ആളുകളും അഭിപ്രായപ്പെടുന്നു. അത് ശരിക്കും മെർമെയ്ഡ്സ് ആണെന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?